രാഹുൽ രാജു ചേരുന്നുണ്ട്. AISFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. രാഹുൽ രാജ്, ഇപ്പോൾ വലിയ ഒരു അക്രമമാണ് SFയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുമ്പോൾ, അതും SFയുടെ തന്നെ അനുഭാവിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുമ്പോൾ എന്ത് അജണ്ടയാണ് ഈ SFI പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം രാഹുൽ, പറഞ്ഞോളൂ. യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFI ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവുമായ അനസ് എന്ന വിദ്യാർത്ഥിക്ക് സ്വന്തം സംഘടനയായ SFIയിൽ നിന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണം നേരിട്ടത് എന്നാണ് പത്രദൃശ്യ മാധ്യമങ്ങൾ വഴി ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതാണ്ട് ഭിന്നശേഷി ദിനത്തിൽ തന്നെയാണ്, അതിന്റെ തലേ ദിവസം ആക്രമണം നടക്കുകയും ഭിന്നശേഷി ദിനത്തിൽ തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വളരെ അപമാനകരമായ ഒരു വാർത്തയാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിൽ വാർത്ത വരുന്നതിനെ കുറിച്ച് AISFന്റെ നിലപാടായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും സ്വന്തം കൊടിയിൽ എഴുതിയിട്ട് സ്വന്തം സംഘടനയുടെ പ്രവർത്തകർക്ക് പോലും സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ സോഷ്യലിസമോ നൽകുവാൻ കഴിയാത്ത വിധത്തിൽ SFI അതിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അതിന്റെ ഏറ്റവും മോശപ്പെട്ട കാലത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഭിന്നശേഷി ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് തന്നെ, സ്വന്തം സംഘടനയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടേണ്ടതായിട്ട് വന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് നാം ഒന്ന് പരിശോധിച്ചാൽ ഇത് ഒരു കാലഘട്ടത്തിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. ഇതിനു മുമ്പ് സ്വന്തം സംഘടനയിലുള്ള തന്നെ സഹപ്രവർത്തകന്റെ ഇടനെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കിയത് ഏതാണ്ട് ഈ അടുത്ത കാലത്ത് തന്നെയായിരുന്നു. അതിനുശേഷം ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് ഇടിമുറി ക്ലാസ് മുറിയാക്കി മാറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെയും കോളേജ് അധികൃതരുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എങ്കിലും ഈ അടുത്ത കാലത്തായി വീണ്ടും യൂണിറ്റ് കമ്മിറ്റി റൂം തുറന്ന് സമാന്തരമായി തന്നെ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്ന വിധത്തിൽ തങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരെ തന്നെ ആക്രമിക്കുന്ന തരത്തിൽ ഒരു സമാന്തര കോടതി ഇടിമുറി ആ ക്യാമ്പസിന്റെ അകത്ത് SFI വീണ്ടും തുറന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, പ്രത്യക്ഷ ഉദാഹരണമാണ് അനസിന് നേരിട്ട ആക്രമണത്തിലൂടെ പുറത്തു വരുന്നത്. അത്തരത്തിൽ ഒരു സംഘടനയ്ക്ക് എത്രത്തോളം അധപ്പതിക്കുവാൻ കഴിയുമോ ആ അധപതനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് SFI നിൽക്കുന്നത്. സ്വന്തം സംഘടനയുടെ ആൾക്കാർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇതര സംഘടനകൾ ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുവാൻ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ AISFന് ഈ നാട്ടിലെ പോലീസിനോടും കോളേജിലെ അധികൃതരോടും സൂചിപ്പിക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഒരു പരോക്ഷ പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഈ വിദ്യാർത്ഥി ആക്രമണം നേരിട്ട് കേസ് നൽകിയിട്ടുണ്ട് എങ്കിലും കേസെടുത്ത് എന്നല്ലാതെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കോളേജുകളിൽ ഈ അക്രമത്തിലെ പ്രതികൾ എത്തിയിട്ടുണ്ട് എങ്കിലും അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ക്യാമ്പസിൽ കോളേജിൽ ഈ വിദ്യാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസിന്റെയും കോളേജ് അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ സമീപനമാണ് വരും ദിവസങ്ങളിലും ഉണ്ടാകുന്നതെങ്കിൽ SFIയുടെ ഈ നെറുകേടിനെതിരെ ക്യാമ്പസിൽ ഉൾപ്പെടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന വിധത്തിലേക്ക് AISF മാറുമെന്നാണ് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. ഈ അനസിനെ സംബന്ധിച്ചിടത്തോളം അനസിന് കാലിന് ചെറിയ സ്വാധീനക്കുറവുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അനസ് ഈ കോളേജിലേക്ക് വന്ന സമയം മുതൽ തന്നെ റാഗിങ് അനസിന് നേരെ ഉണ്ടായിരുന്നു. അതിനെതിരെ സ്വന്തം നാട്ടിലെ DYFI പ്രവർത്തകർ വഴി ഈ കോളേജിലെ SFI പ്രവർത്തകരുമായി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിനാണ് തന്നോട് വ്യക്തിവൈരാഗ്യം കൂടിയതെന്നാണ് അനസ് പറയുന്നത്. ഞങ്ങളും ആ വാർത്തയാണ് ഇത്തരത്തിൽ ദൃശ്യ മാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് താലിബാന് സമീപനമായി അതിന് സമാനമായുള്ള ഒരു സംഘടനാ പ്രവർത്തന ശൈലി പിന്തുടരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് AISFനുള്ളത്. പുറത്ത് DYFIയോ SFIയോ CPMോ ആയിക്കോട്ടെ, അത്തരത്തിൽ സ്വന്തം സംഘടനയിലുള്ള ആൾക്കാർ തന്നെ ആയിക്കോട്ടെ, എന്തായിരുന്നാലും അവർ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരുമ്പോൾ താലിബാൻ കമാൻഡർമാർ പറയുന്നത് പോലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നടപ്പിലാക്കപ്പെടുകയുള്ളൂ എന്നും അധ്യാപകർക്കോ ആ കോളേജിലെ മറ്റ്
ഒരു അധികാരികൾക്കോ യാതൊരുവിധ കാര്യവും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ചെയ്യാനില്ല. അത് ഞങ്ങൾ പറയുന്നത് ഈ ക്യാമ്പസിൽ നടക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ആ ശൈലിയിലുള്ള SFIയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള നടത്തുവാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിനോടൊപ്പം അതിന് സഹായകരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ പോലീസും ആ കോളേജിലെ അധികാരികളും ആ സമീപനത്തിനോടൊപ്പം നിൽക്കണമെന്നാണ് AESFന് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ രാഹുൽ, ഇന്നിപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രതികളെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നാളെ KSU യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് സംഘർഷ മാർച്ച് നടത്തുവാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ AESFന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ടോ? AESF ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടുന്നുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഈ സമീപനത്തോടു കൂടി തന്നെയാണ് കോളേജ് അധികൃതരും പോലീസും പോകുന്നതെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അനസിന് നീതി കിട്ടുന്നത് വരെ AESF അനസിനോടൊപ്പം നിൽക്കുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്.